രോഹിത്തേട്ടാ, കോൺഗ്രസിൽ പോലും ഇല്ലാത്ത വലിയ ആശയക്കുഴപ്പമാണ് മുൻനിര മാധ്യമങ്ങൾക്കും ഇടതുപക്ഷ സൈബർ ഇടങ്ങൾക്കും ഇടതുപക്ഷത്തിനുമുള്ളത്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്: ആരായിരിക്കും UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? ഈ മുൻനിര മാധ്യമങ്ങൾ എല്ലാവരെയും കൂടി ചേർത്തൊന്നും പറയേണ്ട. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് റിപ്പോർട്ടർ TVക്കും ബഹുമാനപ്പെട്ട അരുൺകുമാറിനും അതിന്റെ മാനേജ്മെന്റിനും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവർ രാവിലെ മുതൽ അടിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വലിയ മുന്നേറ്റം ഉണ്ടായതോടുകൂടി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചരടുവലി ആരംഭിച്ച് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും PD സതീശനും എന്നുള്ളതാണ് അവരുടെ വാർത്തയുടെ ഹൈലൈറ്റ്. ജനങ്ങൾ കൂടി തീരുമാനിക്കേണ്ടേ എന്നൊരു പരിഹാസപൂർണമായ ഒരു ചോദ്യം കൂടി ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടം കൊയ്ത് നിൽക്കുമ്പോൾ ഉന്നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അവരുടെ മാധ്യമപ്രവർത്തനത്തിന്റെ വിശുദ്ധിയും ശുദ്ധിയും ഒക്കെ കാണിക്കുന്ന ഒരു വാചകം കൂടിയാണ് എന്നുകൂടി നമുക്ക് ഓർമ്മിപ്പിക്കണം. നോക്കൂ, ഇതൊരു വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. കോൺഗ്രസ് എപ്പോഴും ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം അർഹിക്കുന്ന 3 പേരുണ്ട് എന്ന് തീവ്ര ഇടതുപക്ഷ അനുകൂല മാധ്യമവും മാധ്യമപ്രവർത്തകരും അംഗീകരിക്കുന്നത് തന്നെയല്ലേ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ഇടതുപക്ഷത്ത് എന്തുകൊണ്ടാണ് ഇതില്ലാത്തത്? അവിടെ ഏകാധിപത്യ ഭരണം തുടരുന്നത് കൊണ്ടാണ്. നോക്കൂ, ഇവർ പറയുന്ന 3 പേരുകാർ: KC വേണുഗോപാൽ കണ്ണൂരിൽ നിന്ന് വന്ന് KSU പ്രവർത്തനത്തിലൂടെ ആലപ്പുഴയുടെ ജനപ്രതിനിധിയായി, മുൻ MLA ആയും MP ആയും മന്ത്രിയായും നിലവിൽ ആലപ്പുഴയെ ജനാധിപത്യ രീതിയിൽ ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗമായിരിക്കുന്ന KC വേണുഗോപാൽ, ഭാരതത്തിന്റെ കോൺഗ്രസിനെ നയിക്കുന്ന AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അതായത് ഒരുപക്ഷെ AICC പ്രസിഡന്റ് കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞാൽ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും ശേഷം കോൺഗ്രസിനെ ചലിപ്പിക്കുന്ന ഏറ്റവും കരുത്തനായ നേതാവ് KC വേണുഗോപാൽ. മലയാളിയാണ്, കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് 100% അർഹനാണ്. രണ്ടാമത്തെ പേരുകാരൻ രമേശ് ചെന്നിത്തല. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനെ ചലിപ്പിക്കുന്നതിൽ പ്രഗത്ഭരായ നേതാവ്. മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ജനപിന്തുണയുള്ള രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. VD സതീശൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് ജനോപകാരപ്രദമായ കർമ്മങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് കോൺഗ്രസിനെ സംഘടനാപരമായി കേരളത്തിൽ ചലിപ്പിക്കുന്ന നേതാവ് VD സതീശൻ. അദ്ദേഹവും ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹൻ തന്നെയാണ്. ഇവരെന്തുകൊണ്ടാണ് സണ്ണി ജോസഫിന്റെ പേര് വിട്ടുപോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. KPCC അധ്യക്ഷനല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് 3 ഹിന്ദുക്കളുടെ പേര് മാത്രം എന്താ ഇവർ പറയുന്നത്? സണ്ണി ജോസഫിന്റെ പേര് പറയാം. സണ്ണി ജോസഫ് എന്ത് പിന്നെ KPCC അധ്യക്ഷനല്ലേ, MLA അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാമല്ലോ. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാം. അങ്ങനെ കോൺഗ്രസിൽ വിജയിച്ചു വരുന്ന UDFിൽ വിജയിച്ചു വരുന്ന 140 നിയമസഭാ സാമാജികന്മാർക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കാം. അവർക്ക് അതിനുള്ള അർഹതയുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കുന്നതാണ്. അപ്പോ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ? VD സതീശൻ സജീവമായി ജനങ്ങൾക്കിടയിലുണ്ട്, കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും ഈ പറയപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. അത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷമൊന്നുമല്ല, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വലിയ നേട്ടത്തിന് കാരണമായത്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ആലപ്പുഴയിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അവിടുത്തെ സ്ത്രീകളുമായി കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് സമയമുള്ളൊരു ദിവസമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല KC വേണുഗോപാലിന് അങ്ങനെ വെറുതെ കളയാൻ സമയമുള്ളൊരു മനുഷ്യനല്ല. അപ്പോൾ KC വേണുഗോപാലിന്റെ ഒരു അഭിമുഖത്തിന് പോലും നമ്മൾ ശ്രമിച്ചിട്ട് പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം തിരക്കിലാണ്. പക്ഷേ അദ്ദേഹം മണ്ഡലത്തിലുള്ളൊരു ദിവസം അദ്ദേഹം കുറച്ച് തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അപ്പോൾ സ്വാഭാവികമായിട്ട് KC വേണുഗോപാലിനെ പോലെ ഒരു MP ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ഓൺലൈൻ ചാനലുകാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം അവരോട് സംസാരിക്കുമ്പോൾ മൈക്ക് കുത്തി കൊടുക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായ ഒരു പരിപാടിയാണ്. KC വേണുഗോപാൽ അവിടെ ചെന്നപ്പോൾ ഇവർ ഇടഭക്ഷണത്തിന്റെ സമയമാണ്, കപ്പ പുഴുങ്ങി കഴിക്കുന്ന സമയമാണ്. അപ്പോൾ KC വേണുഗോപാലിനെ അവിടുത്തെ സ്ത്രീകൾ ആഹാരം കഴിക്കാൻ വിളിക്കും. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് നിരസിച്ച് അവരോട് കാര്യമൊക്കെ പറഞ്ഞ്, ഇനി ഇവർ പറയുന്ന പോലെ റീൽ എടുക്കാൻ വന്നതാണെങ്കിൽ 2 റീൽ എടുത്തിട്ട് പോയാൽ മതി. KC ചെയ്തത് ഒരു മെടഞ്ഞൊരു ഓലക്കീർ എടുത്തവിടെ ഇട്ടിട്ടു. അവിടെ ഇരിക്കാൻ കസേരയൊന്നും ഇല്ലല്ലോ, ഒരു തിട്ടയുടെ പുറത്തോട്ട് ഇട്ടിട്ട് ഇദ്ദേഹം ആ ഓലയുടെ പുറത്തിരുന്നു. ഈ സ്ത്രീകളെല്ലാം വന്ന് ചുറ്റുമിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി കാരണം തൊഴിലുറപ്പ് പദ്ധതി ഇവ വളരെ ദേശീയ തലത്തിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പേരുമാറ്റം അടക്കമുള്ള ബില്ലടക്കമുള്ള ചർച്ചാ വിഷയങ്ങളാണ്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ഈ സ്ത്രീകളുടെ ആശങ്കകളൊക്കെ അവരുടെ ജനപ്രതിനിധിയുടെ അടുത്തിരുന്ന്, അതും ഇരിക്കുന്നത് ആരാ? AICCയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയാണ്. കേരളത്തിലേന്നല്ല, ഭാരതത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരു വിരൽത്തുമ്പിൽ അദ്ദേഹത്തിന്റെ ഒപ്പോടുകൂടി പുറത്തിറക്കേണ്ടത് മനുഷ്യന്റെ അടുത്ത് കിട്ടുമ്പോൾ സ്ത്രീകൾ വളരെ കൗതുകത്തോടുകൂടി ആ ഒരു പ്രിവിലേജുകളൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ അടുത്തിരുന്ന് ആഹാരം കഴിക്കും. ഇവരോട് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വാട്ടിയ വാഴയില
കൊണ്ടുവന്ന് കെ സിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതിലേക്ക് കപ്പയും ഉപ്പും മുളകും വിളമ്പി കൊടുക്കുന്നു. കെ സി അത് ആഹാരം കഴിച്ചുകൊണ്ട് ഇവരോട് സംസാരിക്കുന്നു. അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ആ സ്ത്രീകൾ കെ സിയുടെ പാത്രത്തിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കുന്നു, അവിടെയുള്ള പ്രസാദം കൊടുക്കും, ഇത് വിതരണം ചെയ്ത് അവരതിനെ വളരെ രസകരമായി എടുത്തൊരു സംവിധാനമാണ്. അപ്പോൾ ജനപ്രതിനിധികൾ എപ്പോഴും മണിമേടകളിൽ ഇരിക്കുന്നവരാണ് എന്നൊരു ചിന്തയുള്ളവരാണ് ഇതിനെ ട്രോളുന്നത്. ഇനി കെ സിയുടെ ഉടുപ്പിൽ 2 മൈക്കിന്റെ ക്യാമറകളുണ്ട്. അതിൽ ഒരു മൈക്ക് എൻ്റെ ഒരു സുഹൃത്തിന്റെ ചാനലിലാണ്. കഴിഞ്ഞ ദിവസം വേറെ ആവശ്യമായിട്ട് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇക്ക നിങ്ങൾ മറ്റേ കെ സിയുടെ വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടല്ലോ, കരുനാഗപ്പള്ളിയിലുള്ളൊരു ചാനൽ. ഇട്ട് രോഹിത്തെ, ഞങ്ങൾ ആലപ്പുഴയിൽ ഒരു ഷൂട്ടിന് പോയിട്ട് വരുമ്പോഴാണ് ഇതുപോലെ അവിടെ ഒരു പ്രോഗ്രാം നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നത്. ഞങ്ങൾ മൈക്ക് കുത്തിയിട്ട് അതെടുത്തിട്ടു. 5 ലക്ഷം പേര് അത് കണ്ടു കേട്ടോ. അദ്ദേഹം വളരെ നിഷ്കളങ്കമായി സന്തോഷത്തോടുകൂടി അത് പറയാണ്. അപ്പൊ ഇത് അങ്ങോട്ട് ആർക്കും ദഹിച്ചിട്ടില്ല, ആ ദൃശ്യങ്ങൾ ആർക്കും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വി.ഡി. സതീശൻ ഒരു പോഡ്കാസ്റ്റ് കൊടുത്തിരുന്നു. ഈ പോഡ്കാസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. രമേശ് ചെന്നിത്തലയും പോഡ്കാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതേ പോഡ്കാസ്റ്റ് കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പോയിരിക്കാൻ പറ്റുമോ? ഒന്നാമത് അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ടല്ല, പോയിരുന്നാൽ സ്വാഭാവികമായിട്ടും കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കൊടുക്കണം. ആ ഉത്തരം കൊടുക്കുമ്പോൾ 9.5 വർഷത്തെ ഭരണം വിലയിരുത്തപ്പെടും. അപ്പോൾ അങ്ങനെ പോയിരിക്കാൻ ഈ പറയപ്പെടുന്ന നല്ല ചോദ്യങ്ങൾ വരുന്നവരുടെ മുന്നിൽ ഇരിക്കാൻ പിണറായി വിജയൻ എന്നല്ല, ഇന്നും മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആർക്കും ഒരു പരിധി വരെ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു നേതാവുണ്ടായിരുന്നു, ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ. അയാൾ അധികാരത്തിലെത്തിയതിനു ശേഷം കുറെ ബസ്സൊക്കെ മേടിച്ച് മക്കളെ കൊണ്ട് പെയിന്റൊക്കെ അടിപ്പിച്ചിട്ട് ഭയങ്കര ഷോയൊക്കെ കാണിച്ച്, അതായത് പുഷ്പയൊക്കെ സീറ്റ് ഉണ്ട്, ഇതിൽ TV ഉണ്ട്, ഫോൺ ചാർജ്, ഇതൊക്കെ എല്ലാ വണ്ടിയിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ടാറ്റയുടെ മാർക്കോപോള എന്ന് പറയുന്നൊരു ബസ്സുണ്ട്, 35 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബസ് കിട്ടും. ബോഡി പണി വരുന്ന ബസ്സാണ്. ഇതിൽ ഈ സംവിധാനങ്ങളെല്ലാം കമ്പനി തന്നെ പണി കൊടുക്കുന്നുണ്ട്. അവിടെയാണ് KSRTC ഇത് അതുണ്ട്. കർണാടക RTC ഒക്കെ പണ്ടേ കാണിച്ച് മടുത്ത സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് സ്വന്തം മണ്ഡലം പോലും പിന്നെ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും ഒക്കെ. പത്തനാപുരത്തിന്റെ അവസ്ഥയെ പറ്റി നമ്മൾ കേട്ടു. പത്തനാപുരത്തെ ബസ് സ്റ്റാൻഡ് പോലും വളരെ ശോചനീയ അവസ്ഥയിലാണുള്ളത്. അത് മേഘയ്ക്കാണ് അത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നത്. കാര്യം മേഘ തിരുവനന്തപുരംകാരിയാണ്, എറണാകുളത്താണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഞാൻ പുറത്തു നിന്ന് കേൾക്കുമ്പോൾ പത്തനാപുരം ബസ് സ്റ്റാൻഡ് ഒരു അത്യാധുനിക ബസ് സ്റ്റാൻഡ് എന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ വോട്ടറാ. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന വഴിയാണ് ഈ പറയുന്ന പത്തനാപുരം വഴിയുള്ള യാത്ര. ഇപ്പൊ കൂടുതലും കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞുനാളിൽ അമ്മയുടെ കൈവിരൽ പിടിച്ച് പത്തനാപുരം ചന്തയിൽ പോകുമായിരുന്നു ഞങ്ങള്. വീട്ടിലന്ന് പശുവൊക്കെ ഉള്ളതുകൊണ്ട് പശുവിനെ മൂക്കയറ് വാങ്ങാനും ഉണക്കമീൻ വാങ്ങാനും ഒക്കെ ആയിട്ട് പത്തനാപുരം ചന്തയിൽ പോകും. മീനൊക്കെ വാങ്ങാൻ വേണ്ടി പോകും. പുനലൂർ ചന്തയുണ്ട്, പത്തനാപുരം ചന്തയുണ്ട്, കൊട്ടാരക്കര ചന്ത. ഞങ്ങൾ പത്തനാപുരം ചന്തയിൽ പോകും. അപ്പോൾ അവിടെ ഈ കാളച്ചന്തകളും മത്സ്യച്ചന്തയും ഇറച്ചിച്ചന്തയും ഭയങ്കര സജീവമായ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അന്ന് പത്തനാപുരം ബസ് സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടായിരുന്നോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ടാണ് ഈ പത്തനാപുരം മാർക്കറ്റ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഇതേ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു കാലത്ത് വനംവകുപ്പ് മന്ത്രിയായിരുന്നു. വനംവകുപ്പിന്റെ ഭൂമി അവിടെ കിടപ്പുണ്ട്, അതെങ്ങനെയെങ്കിലുമൊക്കെ ഏറ്റെടുത്തോ അല്ലെങ്കിൽ വേണ്ട ഉള്ള സ്ഥലങ്ങളെ വിപുലീകരിച്ചുകൊണ്ടോ കാര്യങ്ങൾ ചെയ്യാം. ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവന്നു പത്തനാപുരത്ത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. പാവങ്ങൾക്ക് വേണ്ടി ആശീർവാദ് സിനിമാസ്, ഈ യൂസഫ് അലിയും MA യൂസഫ് അലിയും മോഹൻലാലും ഗണേഷ് കുമാറും ഒക്കെ ഉള്ള ബന്ധങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ്. അതിന്റെ പിന്നാമ്പുറ കഥകൾ, അതിൽ കൂടെ പഞ്ചായത്തിനുണ്ടായ നഷ്ടങ്ങൾ. എല്ലാവരും വിചാരിക്കുന്നത് എന്താ, MLA പണിത കെട്ടിടത്തിലാണ് ഇത് കൊണ്ടുവന്നത്. അല്ല, പഞ്ചായത്തിന്റെ ഫണ്ട് പഞ്ചായത്ത് ലോൺ എടുത്ത് ചെയ്ത കെട്ടിടത്തിലാണ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് ഭരണം UDFന്റെ കയ്യിൽ പോയി. ഇനിയിപ്പോൾ അതിന്റെയൊക്കെ പിന്നാമ്പുറ കഥകളൊക്കെ പുറത്തു വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ 3 നേതാക്കന്മാർ ഉള്ളൂ എന്ന് പറയുന്നത് അരുൺകുമാറിന്റെ ചെയ്ത മഹാഭാഗ്യം. അരുൺകുമാർ കോൺഗ്രസിനോട് ചെയ്യുന്ന അനുകമ്പ എന്ന് വേണം പറയാൻ. കാരണം ഗോവിന്ദമാഷ് പറഞ്ഞത് 5 പേരുടെ പേരാണ്. അതിൽ നിന്ന് ഗോവിന്ദമാഷ് പറഞ്ഞ 2 പേരുടെ പേര് വെട്ടി 3ലേക്ക് ഒതുക്കി എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നുള്ളത് AICCയുടെ നിർദ്ദേശമാണ്. അപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയപ്പോൾ തന്നെ AICCയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തും. പരമാവധി തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് എത്തുക. KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, കോൺഗ്രസ്, INTUC പോലെയുള്ള കോൺഗ്രസിന്റെ സംവിധാനങ്ങളെ എന്തിന് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന് പോലും ഇങ്ങനെ എന്തിന് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്നെ ആരും കുറ്റം പറയാൻ വരണ്ട. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം എപ്പോഴും മാറ്റി നിർത്തപ്പെട്ട മേഘയുടെയും കെവിന്റെയൊക്കെ ഭാഷയെ പറഞ്ഞ അരികവൽക്കരിക്കപ്പെടുന്ന സമൂഹമാണ്. അവർക്ക് പോലും 2 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാ സംവിധാനങ്ങൾക്കും കൃത്യമായി സീറ്റ് വിഭജനം നടത്തണം, കൃത്യമായി സീറ്റ് ഉണ്ടാകണം. അർഹിക്കപ്പെട്ട ഒരാളെ മാറ്റി നിർത്താൻ പാടില്ല. അവിടെ മത ജാതി ചിന്തകൾക്ക് അതീതമായി ചർച്ചകൾ ഉണ്ടാകണം, അല്ലെങ്കിൽ സീറ്റ് നിർണ്ണയം നടത്തണമെന്ന് KC വേണുഗോപാലിന്റെ നിർദ്ദേശം KPCCക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ നേരിട്ട് മോണിറ്റർ ചെയ്തു. KPCC അധ്യക്ഷനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ഇവിടുത്തെ നേതാക്കന്മാർ, പല ഗ്രൂപ്പിന്റെയും നേതാക്കന്മാർ കൃത്യമായി അത് നിർവഹിച്ചു. അതിന്റെ ഏറ്റവും വലിയ പ്രയോജനമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം UDFന് നേടാൻ സാധിച്ചത്. അല്ലാതെ UDF
ത്രിതല പഞ്ചായത്തിൽ കൂടുതൽ സീറ്റുകൾ നേടിയത് കൊണ്ട് ഇവർ മുഖ്യമന്ത്രി കുപ്പായം ധരിച്ചിറങ്ങിയവരല്ല. അവർ പണിയെടുത്തിട്ടാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് 4.5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സംഭവിച്ചത് ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ കൃത്യമായ വർക്ക് നടന്നിട്ടുണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ നേട്ടം കൊയ്തപ്പോ വി.ഡി. സതീശൻ പറഞ്ഞെന്താ, കെ.സി. വേണുഗോപാൽ പറഞ്ഞെന്താ, രമേശ് ചെന്നിത്തല പറഞ്ഞെന്താ, സണ്ണി ജോസഫ് പറഞ്ഞെന്താ, ഇതിൽ അമിതാഹ്ലാദത്തിലേക്ക് പോവുകയല്ല വേണ്ടത്. ഇനിയും നമുക്ക് മുന്നിൽ 6 മാസങ്ങൾ കിടക്കുന്നു, താണ്ടാനുള്ളത് വലിയ കടമ്പയാണ്. 100 സീറ്റ്. അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വലിയ റിസൾട്ടിന് തൊട്ട് മുമ്പും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 100 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് ആദ്യത്തോടെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഓരോ നേതാവും തന്റെ പദവികൾ മറന്നുകൊണ്ട് ഇവിടെ കോട്ട് ചെയ്ത് കൊണ്ടുന്നൊരു പേരുണ്ട്, ശബരിനാഥൻ. എല്ലാവരും പറയും ശബരിനാഥനെ ഒതുക്കിയതാണ്. നോക്കൂ, ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് 9-ൽ നിന്ന് 19-ലേക്ക് നഗരസഭയുടെ ഭരണത്തിൽ തിരുവനന്തപുരത്ത് സീറ്റ് നേടാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. ശബരിനാഥന് വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്ക് താല്പര്യമില്ല, ഞാനതിന് നേതൃത്വം കൊടുക്കാം, മറ്റൊരാളെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടണമെന്ന് പറയാമായിരുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ എവിടെ സീറ്റ് ചോദിച്ചാലും കിട്ടാൻ അർഹതയുള്ള ഒരാളാണ് ശബരിനാഥൻ. കാരണം അച്ഛന്റെ മരണശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളെങ്കിലും അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അയാൾ എടുത്ത നിലപാടുകളും വലിയ ആവേശങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ സാധാരണക്കാർക്കൊപ്പം നിന്നു പോകുന്ന ഒരു നേതാവ് തന്നെയാണ് ശബരിനാഥൻ, അല്ല എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ നിലപാടുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ശബരിനാഥൻ എടുക്കുന്ന നിലപാടുകളെ നമുക്ക് കാണാതെ പോകാൻ സാധിക്കില്ല. ആ മനുഷ്യൻ ഞാൻ മേയർ സ്ഥാനാർത്ഥി ആയിക്കോളാം, മേയറാവാൻ പറ്റില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തിരുവനന്തപുരത്ത് ശബരിനാഥൻ തുടങ്ങി വെച്ച ആ ഒരു എന്താ പറയാ സ്ഥാനമാനങ്ങൾ വെടിഞ്ഞുകൊണ്ട് സാധാരണക്കാർക്കൊപ്പം നിൽക്കുക എന്നൊരു ട്രെൻഡ് ഉണ്ടല്ലോ, അത് കാസർഗോഡ് വരെ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. വലിയ വലിയ നേതാക്കന്മാർ, ശബരിനാഥനെ പോലുള്ള നേതാക്കളെല്ലാം സാധ്യതയില്ലാത്ത വാർഡുകളിൽ നിന്ന് അതൊരു വിജയസാധ്യതയാക്കി മാറ്റിയ നേതാക്കളാണ്. നമ്മൾ എറണാകുളത്ത് കണ്ടതാണ് ഡോക്ടർ ജിൻഡോ ജോൺ. നമ്മുടെ നമ്മുടെ ചാനലിൽ എപ്പോഴും അതിഥിയായിട്ട് വരാറുള്ള ഡോക്ടർ ജിൻഡോ ജോണിനോട് ജില്ലാ പഞ്ചായത്ത്, ജിൻഡോ ജോൺ അങ്ങനെ ഒരു ഐഡിയയെ പദ്ധതിയേ ഉണ്ടായിരുന്നില്ല. ജിൻഡോ ജോൺ ഒരു പക്ഷേ നിയമസഭയിൽ സ്ഥാനാർത്ഥിയായി കാണുമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചവരാണ്. ജിൻഡോ ജോണിനോട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാൻ പറയുമ്പോൾ അദ്ദേഹം മത്സര രംഗത്തേക്ക് അങ്ങ് ഇറങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വീട്ടിലൊക്കെ തേങ്ങ ഒതുക്കാൻ ഒരുപാട് വന്നിട്ടുള്ള വീടുകളാ. അദ്ദേഹം പഞ്ചായത്തിൽ മത്സരിച്ച് വലിയ പരാജയം ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വലിയ വിജയം, 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ ജിൻഡോ ജോൺ ജയിച്ചു കയറുന്ന കാഴ്ച. അപ്പൊ അതുപോലെ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നല്ല മുഖങ്ങളൊക്കെ മത്സര രംഗത്തേക്ക് ഇറങ്ങി വന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഇനി കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് ഞാൻ പറയാം, UDF ചെയ്യാൻ പോകുന്നത് 2 മാസത്തിനുള്ളിൽ അവര് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് അതീതമായി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. അധികാരത്തിലേക്ക് മടങ്ങി എത്തുക എന്നുള്ള ഒരൊറ്റ അജണ്ടയാണ് ആര് മുഖ്യമന്ത്രി എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായും അർഹതപ്പെട്ടവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കാത്ത ഏത് നേതാവുള്ള പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ഈ ശൈലജ ടീച്ചറുടെ കാര്യം പറയുമ്പോഴാണ് 2020-ലെ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർക്ക് കിട്ടിയത് വല്ലാത്തൊരു ഭൂരിപക്ഷമായിരുന്നു. അപ്പോഴെല്ലാം മലയാളി ചിന്തിച്ചൊരു കാര്യമുണ്ട്, നാളെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകുമെന്ന്. അതൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത എല്ലാവരെയും മണ്ടന്മാരാക്കി വീണ്ടും പിണറായി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളന്ന് കണ്ടത് 2021. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒന്നും അല്ലായിരുന്നു, പക്ഷെ മന്ത്രി പോലും ആക്കിയില്ല. ഇനി അതിനു മുമ്പ് 2021 മുമ്പ് 2014 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു MLA ഉണ്ട് കേരളത്തിൽ, ഒരു വനിതാ MLA, പേര് ഐഷ പോറ്റി, കൊട്ടാരക്കര MLA ആയിരുന്നു. ഐഷ പോറ്റിക്ക് എന്തിനാ ഒരു സ്പീക്കർ പദവി ഇവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. 3 തവണ MLA ആയ ഒരാളാണ്. അവർ CPM-ന്റെ ലിഖിത നിയമങ്ങൾ പ്രകാരം അവസാന ടേമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു അക്കോമഡേഷൻ കൊടുത്തോ? കേരള രാഷ്ട്രീയത്തിന്റെ സൗമ്യ മുഖമായിരുന്നു, അവർക്ക് എന്തെങ്കിലും അക്കോമഡേഷൻ കൊടുത്തോ? ഇത് പോട്ടെ, ഞാൻ വേറൊരു നേതാവിന്റെ പേര് പറയാം, സങ്കടത്തോടെ പറയുന്ന നേതാവിന്റെ പേരാ. ഈ KB ഗണേഷ് കുമാറിന്റെ അത്രത്തോളം സീനിയോറിറ്റി ഉള്ള ഒരു MLA ഇടതുപക്ഷത്തിരിപ്പുണ്ട്. അതായത് UDF-നൊപ്പം നിന്ന്, KB ഗണേഷ് കുമാറിന്റെ അതേ ട്രാക്കാ, UDF-നൊപ്പം MLA ആയി പിന്നീട് LDF-നൊപ്പം നിന്ന ഒരു MLA. അയാളുടെ പേര് കോവൂർ കുഞ്ഞുമോൻ എന്ന, ദളിതനാണ്, സംവരണ മണ്ഡലത്തിലെ കുന്നത്തൂരിന്റെ MLA ആണ്. അദ്ദേഹം RSPയുടെ MLA ആയിരുന്നു. RSP കൊല്ലം സീറ്റുമായി ബന്ധപ്പെട്ട് LDF മുന്നണി വിട്ട് UDF-ലേക്ക് ചേക്കേറിയപ്പോൾ LDF-ൽ നിന്ന് ഇദ്ദേഹവും UDF-ലേക്ക് പോയി. അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ സ്വത്വം ഇടതുപക്ഷത്താണ്, തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർ ഇടതുപക്ഷത്തുള്ളവരാണ്. അദ്ദേഹം തിരിച്ച് 2-3 മാസങ്ങൾക്ക് ഇപ്പുറം ഇടതുപക്ഷത്തേക്ക് വീണ്ടും കടന്നു വന്നു. ഗണേഷ് കുമാറൊക്കെ ജയിപ്പിച്ച വോട്ട് ചെയ്ത UDF-കാരനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തിനൊപ്പം മടങ്ങി വരണമെന്ന് പറയുന്നത് മടങ്ങി വന്ന നേതാവാണ് കോവൂർ കുഞ്ഞുമോൻ. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, RSP ലെനിനിസ്റ്റ്.
ആ ഒരു പാർട്ടി ഉണ്ടാക്കി. ഇന്ന് വരെയും ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ ഒരു ഘടകകക്ഷിയായി പോലും ആ പാർട്ടി അംഗീകരിച്ചിട്ടില്ല. 25 വർഷമായി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന കുന്നത്തൂരിന്റെ MLA ഒരു അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല. MLA തുടരുകയാണ് ഇപ്പോഴും. ഒരുപക്ഷെ ഇത്തവണ ഇടതുപക്ഷത്തെ സീറ്റ് പോലും കോർ കുഞ്ഞുമോന് കൊടുക്കുമോ, അയാളുടെ പാർട്ടിക്ക് കൊടുക്കുമോ, അതോ CPM ഏറ്റെടുക്കുമോ എന്ന അനിശ്ചിതത്വത്തിലാണ്. അപ്പൊ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, ജനാധിപത്യമില്ല. ഇപ്പുറത്തേതുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമുണ്ട്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാവുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? അതാണ് ആ കോൺഗ്രസിന്റെ ഒരു മാസ്മരികത, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അദ്ദേഹം KPCC അധ്യക്ഷനായപ്പോൾ ഞാൻ അടക്കമുള്ളവർ വിമർശിച്ചവരാ. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എത്രയോ മികച്ചതാണ്. അപ്പൊ അത് പറയാതിരിക്കാൻ സാധിക്കില്ല. അസ്വസ്ഥരാകുന്നവർ അസ്വസ്ഥരായി തന്നെ തുടരുക. UDF-ൽ കുതുകാൽ വെട്ടുകളോ അടിയൊഴുക്കുകളോ ഉണ്ടാകാതെ നിയമസഭ പിടിക്കും. പിടിച്ചതിന് ശേഷം എല്ലാവരും അർഹരാണ്. അതിൽ ബെറ്ററായ ഒരാൾ മുഖ്യമന്ത്രി ആയി വരും. അത് KC വേണുഗോപാലാകാം, VD സതീശനാകാം, രമേശ് ചെന്നിത്തലയാകാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മുഖമായിരിക്കാം.